കണ്ണൂർ മട്ടന്നൂരിലെ അടച്ചിട്ട വീട്ടിൽ കവർച്ച നടത്തിയ ശേഷം പിടിക്കപ്പെടില്ല എന്നുറപ്പിച്ച് ലോഡ്ജുകളിൽ മാറി മാറി താമസിച്ചുകൊണ്ടിരുന്ന കള്ളനെ മട്ടന്നൂർ പോലീസ് പൊക്കി. പാലക്കാട് അരനെല്ലൂർ സ്വദേശി എം നവാസാണ് കാട്ടിക്കുളത്തു നിന്ന് പോലീസിന്റെ വലയിലായത്. വീട് കുത്തി തുറന്ന് 10 പവനും 10,000 രൂപയും കൈക്കലാക്കിയാണ് നവാസ് കടന്നുകളഞ്ഞത്. ഡിസംബർ 22-ന് വീട് പൂട്ടി മകളുടെ ബംഗളൂരുവിലെ വീട്ടിലേക്ക് പോയ തിരൂരിലെ നാരായണൻ തിരിച്ചെത്തിയപ്പോൾ കണ്ടത് പൊളിച്ചിട്ട വാതിലും വീടിനകത്ത് വാരിവലിച്ചിട്ട വസ്തുക്കളും 10 പവൻ സ്വർണവും 10,000 രൂപയും CCTV ക്യാമറകളും മോഷ്ടാവ് കൊണ്ടുപോയിരുന്നു. പിടിക്കപ്പെടില്ല എന്ന ധൈര്യത്തിൽ ലോഡ്ജുകളിൽ മാറി മാറി താമസിച്ച മോഷ്ടാവിനെ പുതുവർഷ ദിനത്തിൽ തന്നെ മട്ടന്നൂർ പോലീസ് പൊക്കി. അളിയൻ നവാസ് എന്ന പാലക്കാട് സ്വദേശി എം നവാസാണ് മോഷ്ടാവ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് നവാസിലേക്ക് എത്തിയത്. പിടിയിലായ നവാസ് പോലീസിനോട് മോഷണം വിവരിച്ചു. അടഞ്ഞുകിടന്ന വീട് മോഷണത്തിന്റെ തലേ ദിവസം പകൽ നിരീക്ഷിച്ചു. പിറ്റേ ദിവസം രാത്രിയോടെ ആയുധങ്ങളുമായി വീടിന് സമീപത്ത് മണിക്കൂറുകളോളം ഒളിച്ചിരുന്നു. പരിസരത്ത് ആളുകൾ ആരുമില്ലെന്ന് ഉറപ്പിച്ച് അർദ്ധരാത്രി 12 മണിയോടെ കമ്പിപ്പാര ഉപയോഗിച്ച് വീടിന്റെ മുൻവാതിൽ കുത്തിത്തുറന്ന് അകത്ത് കയറി. അലമാരയിൽ നിന്ന് സ്വർണവും പണവും എടുത്ത ശേഷം CCTV ക്യാമറകൾ തകർത്തു. മോഷ്ടിച്ച സ്വർണവും പണവുമായി കർണാടകയിലെയും കേരളത്തിലെയും വിവിധ ഇടങ്ങളിൽ യാത്ര ചെയ്ത് ലോഡ്ജുകളിൽ മുറിയെടുത്ത് താമസിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് കാട്ടിക്കുളത്ത് വെച്ച് നവാസ് മട്ടന്നൂർ പോലീസിന്റെ വലയിലായത്. ന്യൂസ് മലയാളം, കണ്ണൂർ.